എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് എളുപ്പ വഴികൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ക്ലാസ്സാണിത് എന്ന് ഞാൻ പറയുന്നു. അതിശയോക്തിയില്ല. ക്ലാസ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. ഐഡൻറ്റിഫൈ ദ വെർബ്. പാർട്സ് ഓഫ് സ്പീച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാവരും തലപുകയുന്ന ഒരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വെർബ് ഏതാണ്? ആദ്യം എളുപ്പമാർഗം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കറേജ്, കറേജിയസ്ലി, കറേജിയസ്, എൻകറേജ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ രണ്ട് എളുപ്പമാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, എല്ലാ വാക്കുകളുടെയും കൂടെ ING ചേർത്ത് നോക്കിയാൽ മതി. കാരണം വെർബിൻ്റെ കൂടെ മാത്രമേ നമുക്ക് ING ചേർത്താൽ ശരിയാവൂ. വെർബിൻ്റെ കൂടെ മാത്രമേ ING ശരിയാവൂ. ഇനി പറ. കറേജിങ് പറയില്ല, കറേജിയസ്ലിങ് പറയില്ല, കറേജിയസിങ് പറയില്ല, എൻകറേജിങ് ഒരു കറക്റ്റ് വാക്കാണ്. വെർബ് കിട്ടി, എൻകറേജിങ്. ഇനി ഒരു മാർഗവും കൂടെ ഉണ്ട്, അത് കുറച്ചും കൂടെ എളുപ്പമാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ടെൻസാണ്. അതെ, അപ്പം വെർബിന് 4 ഫോംസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റൈറ്റിന് കുറച്ച് ഫോംസ് ഉണ്ടല്ലോ. റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. അതേപോലെ തന്നെ വോക്ക്, വോക്ഡ്, വോക്ഡ്, വാക്കിങ്, ING ഒക്കെ വരുന്ന 4 ഫോംസ് ഉണ്ട്. 4 ഒന്നും 5 ഫോംസ് ഉണ്ട്. എസ് ഉള്ള ഫോംസും വരും, റൈറ്റ്സ്. അങ്ങനെ വരുന്ന 4 ഫോംസ് അല്ലെങ്കിൽ 5 ഫോംസ് എഴുതാൻ പറ്റുന്ന ഒരു വാക്കായിരിക്കും വെർബ്. ബാക്കി ഒന്നിനും അങ്ങനെ പറ്റത്തില്ല. ഇപ്പം കറേജിന് കറേജ്ഡ്, കറേജിങ് പറയത്തില്ല. ഇവിടെ അങ്ങനെ വരുമ്പോൾ എൻകറേജിന് പറയാം. എൻകറേജസ്, ഹീ എൻകറേജസ് മീ. എൻകറേജ്, എൻകറേജ്ഡ് പാസ്റ്റ്. V3 എൻകറേജ്ഡ്, അവസാനം ING, എൻകറേജിങ്. മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒന്നുമല്ല. ഇത്രയും ഒരു ചെറിയ ടിപ്സ് പറഞ്ഞു തന്നിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. വെർബ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ക്ലാസ്. എല്ലാവരും ശ്രദ്ധിക്കുക. പാർട്സ് ഓഫ് സ്പീച്ച് നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. ഇതിനകത്ത് ഏറ്റവും രസകരമായൊരു കാര്യം, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. I, we, he, she, it അതൊക്കെയാണ്. പിന്നെ വരുന്ന പ്രിപ്പോസിഷൻ ഇന്ന്, ഓണ്, അറ്റ്, ഫോർ, ഓഫ്, ബൈ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പിന്നെ വരുന്ന കൺജങ്ഷൻ അതെന്താണ്? ആൻഡ്, ബട്ട്, ഓർ കണക്റ്റ് ചെയ്യുന്ന വാക്കുകളാണ്. ഇൻ കേസ് അങ്ങനെയൊക്കെ വരുന്ന വാക്കുകളാണ്. പിന്നെ വരുന്ന ഇൻ്റർജെക്ഷൻ, വ്യാക്ഷേപകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാസ്, ബ്രാവോ, ഹുറേ, അർത്ഥമില്ലാത്ത വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് പദങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻ്റർജെക്ഷൻ. അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ അങ്ങ് ഒഴിവാക്കിയാണ്. കാരണം അതൊക്കെ ഒരു പാടുമില്ല അതൊന്നും കണ്ടുപിടിക്കുക. കാരണം അത് പ്രത്യേക ഗ്രാമർ ടോപ്പിക്കുകളാണ്. ഇതിനെ വിളിക്കുന്ന പേര് ഇൻ്റർജെക്ഷൻ എന്നാണ്. ഇതും ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. എഴുതി കഴിഞ്ഞ ഉടനെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളിലായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന 3 എണ്ണം നൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്. ഇതായിരിക്കും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് തെറ്റില്ല. എൻ്റെ എല്ലാ ക്ലാസ്സും പോലെ ഈ ക്ലാസ്സും നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും. അതുകൊണ്ട് പ്ലേലിസ്റ്റിലുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾ കാണണം കേട്ടോ. 25 ക്ലാസ്സായി. 70 ക്ലാസ് എന്നാണ് ഞാൻ വാക്ക് തന്നിരിക്കുന്നത്. 25 ക്ലാസ് ആയിട്ടുണ്ട്. എല്ലാവരും കാണണം. അതുപോലെ ബുക്കിൻ്റെ കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായ എൻ്റെ 600 ടിപ്സുകൾ ഉൾപ്പെടുന്ന ഒരു ബുക്കുണ്ട്. ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഉള്ളൊരു ബുക്ക്. അത് മാത്രം മതിയാകും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ. അത് നിങ്ങൾ വാങ്ങിക്കണം. 9847928178 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം. എല്ലാ ക്ലാസ്സിലും ഞാനിത് പറയുന്നുണ്ട്. ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 4 എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? നൗൺ എന്ന് പറഞ്ഞാൽ നാമമാണ്. നാമം, പേരായ ശബ്ദം. മലയാളത്തിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പം നമുക്ക് രാജൻ, കരുനാഗപ്പള്ളി, ഒരു സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെ പേര് കൂടാതെ ചില നൗണുകളുണ്ട്. അതായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ക്രൂവൽറ്റി, ക്രൂരത, ആ പ്രക്രിയയുടെ പേരാണ്. ഹാപ്പിനെസ്, സന്തോഷം, ആ പ്രക്രിയയുടെ പേരാണ്. അപ്പോൾ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതിനെയാണ് നൗൺ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഹാപ്പിനെസ് എന്ന് പറയുന്ന വാക്കൊരു നൗണാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സന്തോഷം എന്നാണ് അർത്ഥം. ആർക്കെങ്കിലും സംശയമുണ്ടോ? സന്തോഷം ആ പ്രക്രിയയുടെ പേരാണ്. ഹാപ്പി, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്
നൗണിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്. ഹാപ്പി മാൻ, സന്തോഷവാനായ മനുഷ്യൻ. റിച്ച്, പുവർ, ബിഗ്, സ്മാൾ, ബ്യൂട്ടിഫുൾ, ഗോർജിയസ്, ആക്റ്റീവ്, ഇൻ്റലിജൻറ്റ്, എഫിഷ്യൻറ്റ് എന്നൊക്കെ പറയും. എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ 2 രീതിയിൽ കണ്ടുപിടിക്കാം. ആയ ഉള്ള എന്ന അർത്ഥമായിരിക്കും. ഹാപ്പി സന്തോഷവാനായ, സന്തോഷമുള്ള. റിച്ച് സമ്പന്നനായ, സമ്പത്തുള്ള. പുവർ ദരിദ്രനായ, ദാരിദ്ര്യമുള്ള. ഇൻ്റലിജൻറ്റ് ബുദ്ധിമാനായ, ബുദ്ധിയുള്ള. മനസ്സിലായോ? ആക്റ്റീവ് ആക്റ്റീവായ, ആക്റ്റീവ് ഉള്ള എന്നൊക്കെ ആയ ഉള്ള എന്നർത്ഥം വരുന്ന പദമാണ്. ശേഷം ഒരു നൗണ് ചേർത്ത് നോക്കിയാൽ ശരിയായിരിക്കും. അഡ്ജക്റ്റീവിന് ശേഷം സന്തോഷവാനായ മനുഷ്യൻ, ഹാപ്പി മാൻ. എന്നാൽ ഹാപ്പിനെസ് മാൻ എന്നോ ഹാപ്പിലി മാൻ എന്നോ പറയില്ല. ഓക്കെ, ഇനി LY വരുന്നത് ആഡ്വർബ്. അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY വരുമ്പോൾ അത് ആഡ്വർബ് ആയിരിക്കും. ആഡ്വർബ് വെർബിനെ വിശേഷിപ്പിക്കും. സന്തോഷത്തോടെ, സന്തോഷത്തോടെ എന്നാണ് അർത്ഥം. ഹീ സാങ് ഹാപ്പിലി, ഹീ സാങ് ഹാപ്പിലി, അവൻ സന്തോഷത്തോടെ പാടി. അപ്പം എങ്ങനെ പാടി? ആ പാടി എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് സന്തോഷത്തോടെ. അതുകൊണ്ടാണ് ആഡ്വർബ് LY ആയത്. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? ഒരു പേരായ ശബ്ദമാണെങ്കിൽ നൗണായിരിക്കും. ആയ ഉള്ള എന്ന അർത്ഥം വരുന്ന പദമാണ് അഡ്ജക്റ്റീവ്. അതിനുശേഷം ഒരു നൗൺ ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണം റിച്ച് മാൻ, പുവർ മാൻ, ഗ്രേറ്റ് മാൻ, ഇൻ്റലിജൻറ്റ് മാൻ. മനസ്സിലായോ? ചേർത്ത് നോക്കിയാൽ സന്തോഷവാനായ മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, അങ്ങനെ പറയാൻ പറ്റും. അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY വരുമ്പോൾ സന്തോഷത്തോടെ, വെർബിനെ വിശേഷിപ്പിക്കൽ. സന്തോഷത്തോടെ പാടി, സന്തോഷത്തോടെ പോയി, ഹി വെൻ ഹാപ്പിലി എന്നൊക്കെ പറയും. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിച്ചോണേ. ആയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. LY വരുന്ന എല്ലാ വാക്കുകളും ആഡ്വർബാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഹാപ്പിലി ആഡ്വർബാണെന്ന്. എന്നാൽ LY വരുന്ന എല്ലാ വാക്കുകളും ആഡ്വർബാണോ? അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ച് ഹെവൻലി അഡ്ജക്റ്റീവ് ആണോ ആഡ്വർബാണോ എന്ന് ചോദിച്ചു. സ്വർഗീയമായ. യഥാർത്ഥത്തിൽ എല്ലാവരും എഴുതി വെച്ച് LY കണ്ടുകൊണ്ട് ആഡ്വർബ് എന്ന് എഴുതി വെച്ച്. യഥാർത്ഥത്തിൽ ഹെവൻലി അഡ്ജക്റ്റീവ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, LY വരുന്ന വാക്കുകൾ ആഡ്വർബും ആകാം, അഡ്ജക്റ്റീവും ആകാം. എങ്ങനെ കണ്ടുപിടിക്കുക? ഏറ്റവും എളുപ്പമാർഗ്ഗം കണ്ടോണം. ഞാൻ എളുപ്പമാർഗ്ഗം മാത്രമേ യൂട്യൂബിൽ പറയൂ. നോക്കൂ, ഹെവൻലി LY മാറ്റി നോക്കണം. ഹാപ്പിലി LY മാറ്റി നോക്കണം. ഹെവൻലിക്കകത്ത് LY മാറ്റി നോക്കിയപ്പോൾ ഹെവൻ കിട്ടി. ഹാപ്പിലി എന്നുള്ളതിനകത്ത് LY മാറ്റി നോക്കിയപ്പോൾ ഹാപ്പി കിട്ടി. ഹെവൻ എന്തുവാ? സ്വർഗം, ഒരു സ്ഥലത്തിൻ്റെ പേര്. സ്വർഗം ഒരു സ്ഥലത്തിൻ്റെ പേര്. പേരെന്ന് പറഞ്ഞാൽ നൗൺ. ഹെവൻ എന്താണ്? എല്ലാവർക്കും അറിയാം, ഹെവൻ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, നൗണാണ്. സ്വർഗം എന്നാണ് അർത്ഥം. എന്നാൽ LY മാറ്റിയപ്പോൾ ഇവിടെ കിട്ടിയ വാക്ക് ഹാപ്പിയാണ്. ഹാപ്പിയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു സന്തോഷവാനായ, സന്തോഷവാനായ. അപ്പോൾ എന്താണ് സംഭവം? ഹാപ്പി അഡ്ജക്റ്റീവാണ്. എന്താണ്? അഡ്ജക്റ്റീവാണ്. ഹാപ്പി എന്താണ്? അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഇവിടെ LY മാറ്റിയപ്പോൾ നൗണ് കിട്ടി, ഇവിടെ LY മാറ്റിയപ്പോൾ അഡ്ജക്റ്റീവ് കിട്ടി. ഇനി കേട്ടോണം, LY മാറ്റുമ്പോൾ കിട്ടുന്നത് ഒരു നൗണാണെങ്കിൽ ഹെവൻലി അഡ്ജക്റ്റീവാണ്. ആ വാക്ക് അഡ്ജക്റ്റീവ് ആയിരിക്കും. LY മാറ്റുമ്പോൾ കിട്ടുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണെങ്കിൽ, ഹാപ്പി ആണെങ്കിൽ, ആ വാക്ക് ഹാപ്പിലി എന്ന് പറയുന്ന വാക്ക് ഒരു ആഡ്വർബ് ആയിരിക്കും. ഒരെണ്ണം കൂടെ, ബോഡിലി. LY മാറ്റുമ്പോൾ കിട്ടുന്ന വാക്ക് ബോഡിയാണ്. ബോഡി എന്ന് പറഞ്ഞ നൗണ, ശരീരം, ഒരു സാധനത്തിൻ്റെ പേരാണ് ശരീരം, നൗണ. അപ്പോൾ ബോഡിലി അഡ്ജക്റ്റീവാണ്. നൗൺ കിട്ടിയ ബോഡിലി അഡ്ജക്റ്റീവ്. ബ്യൂട്ടിഫുള്ളി LY മാറ്റുമ്പോൾ കിട്ടുന്ന വാക്ക് ബ്യൂട്ടിഫുൾ, സുന്ദരിയായ, സൗന്ദര്യമുള്ള, ഉള്ള അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഉറപ്പിച്ചു അതെന്തായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. മനസ്സിലായോ? അതായത് LY വരുന്ന എല്ലാ വാക്കുകളും ആഡ്വർബ് അല്ല, അത് അഡ്ജക്റ്റീവും ആകാം, ആഡ്വർബും ആകാം. LY മാറ്റുമ്പോൾ കിട്ടുന്ന വാക്ക് ഒരു നൗണാണെങ്കിൽ ആ വാക്ക് അഡ്ജക്റ്റീവും, LY മാറ്റുമ്പോൾ കിട്ടുന്ന വാക്ക് ഒരു അഡ്ജക്റ്റീവ് ആണെങ്കിൽ ആ വാക്ക് ആഡ്വർബും ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നൗണിൻ്റെ കൂടെ LY ചേർക്കുമ്പോൾ അത് അഡ്ജക്റ്റീവും, ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY ചേർക്കുമ്പോൾ അത് ആഡ്വർബുമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ്, അതിൻ്റെ കൂടെ LY ചേർത്താൽ ആഡ്വർബ് കിട്ടും. ഹാപ്പി അഡ്ജക്റ്റീവാ, സന്തോഷവാനായോ, അതിൻ്റെ കൂടെ LY ചേർത്താൽ ആഡ്വർബ് കിട്ടും, ഹാപ്പിലി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം, കെയർഫുള്ളി അഡ്ജക്റ്റീവ് ആണോ ആഡ്വർബാണോ? നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഞാൻ ഉത്തരം പറയാം, നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഞാൻ ഉത്തരം പറയുക. LY മാറ്റുമ്പം കിട്ടുന്ന വാക്ക് കെയർഫുൾ,
ശ്രദ്ധാലുവായ, ശ്രദ്ധാലുവായ, ആയ ഉള്ള. അപ്പോൾ ഇത് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ആണെങ്കിൽ കെയർഫുള്ളി എന്തായിരിക്കും? ആഡ്വർബ് ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അപ്പം എന്തൊക്കെ പഠിച്ച്? ഇനി അടുത്ത ഭാഗം ഞാൻ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. നൗണും വെർബും എപ്പോഴും ചോദിക്കുന്ന 2 വാക്കാണ്, അഡ്വൈസും അഡ്വൈസും, പ്രാക്ടീസും പ്രാക്ടീസും. 2 സ്പെല്ലിംഗ് ഉണ്ട്, സിയും ഉണ്ട് എസ്സും ഉണ്ട്. പഠിച്ചു വെച്ചോണം. സി വന്നാൽ നൗണും എസ് വന്നാൽ വെർബുമാണ്. അഡ്വൈസ് എന്ന് പറയുന്ന വാക്ക് നൗണാണ്, അഡ്വൈസ് എന്ന് പറയുന്ന വാക്ക് വെർബാണ്. പ്രാക്ടീസ് എന്ന് പറയുന്ന സി വരുന്ന വാക്ക് നൗണാണ്, എസ് വരുന്ന വാക്ക് വെർബാണ്. അതിൻ്റെ കാരണം അഡ്വൈസ് ആ പ്രക്രിയയുടെ പേരാണ്, അത് ഉപദേശം. എന്നാൽ എസ് വരുമ്പം ഉപദേശിക്കുക. ഇത് കണ്ടുപിടിക്കാനൊരു മാർഗമുണ്ട്. ING ചേർത്ത് നോക്കിയാൽ മതി. ING ചേർക്കുമ്പോൾ ഏത് സ്പെല്ലിങ്ങിൻ്റെ കൂടെ ING ചേർക്കുന്നത്? സിയുടെ കൂടെ ആണോ എസിൻ്റെ കൂടെ? അഡ്വൈസിങ് എന്ന് എഴുതുമ്പോൾ എസ് ആണോ സി ആണോ? എസ് ആണ്. പ്രാക്ടീസിങ് എന്ന് എഴുതുമ്പോൾ എസ് ആണോ സി ആണോ? എസ് ആണ്. അതായത് വെർബിൻ്റെ കൂടെ ING ചേർക്കാൻ പറ്റും, സി ഇട്ട് ചെയ്യത്തില്ല. അപ്പോൾ സി നൗൺ ആയിരിക്കും. പരിശീലനം, പ്രാക്ടീസ്, പരിശീലിക്കുക, വെർബ്. മനസ്സിലായോ? നൗണും വെർബും മനസ്സിലായല്ലോ. സി ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സി വരുന്നത് നൗണും എസ് വരുന്നത് വെർബും. പ്രാക്ടീസ് പ്രാക്ടീസ്, അഡ്വൈസ് അഡ്വൈസ്. സി വരുന്നത് നൗണും എസ് വരുന്നത് വെർബ്. സി വരുന്നത് ഒരു പേരും എസ് വരുന്നത് ഒരു ക്രിയയായിരിക്കും. പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി തിരിച്ചു വരുന്നു. എല്ലാവരും നോക്കിക്കോ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. നമ്മൾ ആകപ്പാട് കണ്ടുപിടിച്ചത് വെർബാണ്, എൻകറേജ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അഡ്ജക്റ്റീവ്, നൗണ്, ആഡ്വർബ്. കണ്ടുപിടിക്കാമോ? വെർബ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ബാക്കി 3 എണ്ണം ഇതിലായിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? കറേജ്, ധൈര്യം. കറേജിയസ്ലി, കറേജിയസ് ഉണ്ട്. കറേജിയസ് എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള, ധൈര്യവാനായ. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. എൻകറേജ് എന്ന് പറയുന്ന വാക്ക് വെർബിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ കിട്ടുന്നതോ 4 ഫോംസ് ഉള്ളതോ ആയത് വെർബ്. എൻകറേജിങ്, എൻകറേജ്ഡ്, എൻകറേജസ്, എൻകറേജ്ഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വെർബ്. കറേജ് ധൈര്യം, ആ പ്രക്രിയയുടെ പേരായതുകൊണ്ട് ഇത് നൗണ്, കറേജ്. കറേജിയസ് ധൈര്യമുള്ള, കറേജിയസ് മാൻ, ഒരു നൗണ് ചേർത്ത് നോക്കണം. കറേജിയസ് മാൻ, കറേജിയസ് ബോയ്, ധീരനായ ചെറുക്കൻ, ധീരനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇത് അഡ്ജക്റ്റീവ്. ഇനി അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY ചേർത്തിരിക്കുന്നു. പറ, അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY ചേർത്താൽ അത് ആഡ്വർബ. കറേജിയസ്ലി, സധൈര്യത്തോടെ എന്ന് പറയുമ്പം ആഡ്വർബ്. ഇതിലും സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഇനി ഒരിക്കലും തെറ്റിക്കരുത്, പഠിച്ചോണം. പേരാണെങ്കിൽ നൗണും, ആയാ ഉള്ള എന്ന അർത്ഥമാണെങ്കിൽ അഡ്ജക്റ്റീവും, അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY ചേർക്കുവാണെങ്കിൽ ആഡ്വർബും. എന്നാൽ നൗണിൻ്റെ കൂടെ LY ചേർത്താൽ അത് അഡ്ജക്റ്റീവ് ആയിരിക്കും. പഠിച്ചു വെക്കുക. എസ് വരുന്നത് വെർബും സി വരുന്നത് നൗണും ആയിരിക്കും. ഇങ്ങനെയുള്ള കേസുകൾ അത് റെയർ കേസുകളാണ്. ഇനി നിങ്ങൾക്കൊരു ചോദ്യം, ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച്. വെർബാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ വെർബ് മാത്രമാക്കണ്ട, നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ് കണ്ടുപിടിക്കണം. ഓക്കെ, എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ. ഉത്തരം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. കമൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റില്ല. ഞാനങ്ങ് ഉത്തരം പറഞ്ഞേക്കാം. വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് കണ്ടുപിടിക്കുക. പ്ലഷർ, പ്ലസൻറ്റ്, പ്ലസൻ്റ്ലി, പ്ലീസ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ING ചേർക്കാൻ പറ്റുന്ന പദം. പ്ലഷറിങ്, പ്ലസൻറ്റിങ്, പ്ലസൻ്റ്ലിങ്, പ്ലീസിങ്. എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ട്, പ്ലഷറിങ് എന്ന് പറയുമോ എന്നൊരു സംശയം വന്നാൽ 4 ഫോംസ് ഉള്ളത് നോക്കണം. പ്ലഷേഡ്, പ്ലഷേഡ്, പ്ലഷറിങ്. അങ്ങനെ പറയുന്നതിനേക്കാൾ സൂപ്പർ പ്ലീസ്, പ്ലീസ്ഡ്, പ്ലീസ്ഡ്, പ്ലീസിങ്. സന്തോഷിക്കുക, ക്രിയ, വെർബ്. ഇതെന്താണ്? ഇത് വെർബാണ്. അടുത്ത പ്ലസൻറ്റ് അല്ലയോ? പ്ലഷർ, അതങ്ങ് പറയാം ആദ്യം. പ്ലഷർ, സന്തോഷം. ആ പ്രക്രിയയുടെ പേരാ സന്തോഷം. ഹാപ്പിനെസ് എന്ന് പറയുന്ന പോലെ ഹാപ്പിനെസ്സും പ്ലഷറും രണ്ടും ഒന്ന് തന്നെ, സന്തോഷം. പ്ലസൻറ്റ്, സന്തോഷവാനായ, ആയാ ഉള്ള എന്ന അർത്ഥത്തിൽ വരുന്നതുകൊണ്ട് അഡ്ജക്റ്റീവ്. കൂടെ ഒരു നൗണ് ചേർത്ത് നോക്കണം. പ്ലസൻറ്റ് മാൻ, പ്ലഷർ മാൻ, പ്ലസൻ്റ്ലി മാൻ, പ്ലീസ് മാൻ. ഏതാ കറക്റ്റ്? പ്ലസൻറ്റ് മാൻ, പ്ലഷർ മാൻ, പ്ലസൻ്റ്ലി മാൻ, പ്ലീസ് മാൻ. ആൻസർ പ്ലസൻറ്റ് മാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. പ്ലഷർ, പ്ലസൻറ്റ്, പ്ലസൻ്റ്ലി, പ്ലീസ്. ആൻസർ എന്തോ വരും?
പ്ലഷർ അത് വരുന്നു. അടുത്ത പ്ലസൻ്റ്ലി, അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY ചേർക്കുമ്പം ആഡ് വെർബ്. ഓക്കെ, ഇങ്ങനെ തന്നെ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അവസാനിക്കുന്നില്ല. ഇനി ഇതുപോലെ ആരും പറഞ്ഞു തരാത്ത ടിപ്സുകളുമായിട്ട് ഞാൻ വരും. എല്ലാവരും വലിയ തലവേദന എടുക്കുന്ന ഒരു ടോപ്പിക്കാണിത്. ഇത് പലർക്കും അയച്ചു കൊടുക്കുക, എല്ലാവരും പഠിക്കട്ടെ, പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഈസി ആവട്ടെ. കോമ്പറ്റീഷൻ കൂടുന്നൊരു കാലത്ത് ഇംഗ്ലീഷിൻ്റെ കുറവ് കൊണ്ട് ആർക്കും ജോലി കിട്ടാതെ പോകരുത്. അതുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞ അതേപോലെ പാലിക്കണം. ആപ്പിലേക്ക് വരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബുക്ക് വാങ്ങിക്കുക. തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. ബൈ ഫ്രം രഞ്ജിത്ത് RK തഴവ.